ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയിലേക്കും F&O സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം. സോ ഒട്ടും ദീർഘിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കം ഓൺ, ലെറ്റ്സ് ഗെറ്റ് മാർക്കറ്റിഫൈഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഫ്യൂച്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് ഫ്യൂച്ചർ എന്താണെന്നും ഫ്യൂച്ചറിലൂടെ നമുക്ക് എന്തെല്ലാം രീതിയിൽ ട്രേഡുകൾ ചെയ്യാമെന്നും അതിലൂടെ എന്തെല്ലാം രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുമ്പത്തെ വീഡിയോ പോയി കാണുക. ഞാൻ ഈ F&O സീരീസ് എല്ലാം കൂടി ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ അവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് കാണുക. ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയട്ടെ, എല്ലാ സ്റ്റോക്കിനും ഫ്യൂച്ചേഴ്സ് ഇല്ല. അതിന് സെബിയൊക്കെ ഒരു നിശ്ചയിച്ചൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുള്ള ചില കമ്പനികൾക്ക് മാത്രമേ ഫ്യൂച്ചേഴ്സ് ഉള്ളൂ. എന്നാൽ ഒട്ടുമിക്ക കമ്പനികൾക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികൾക്കും ഫ്യൂച്ചേഴ്സ് ഇല്ല. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ വളരെ പ്രധാനമായൊരു കാര്യമുണ്ട്. ഞാൻ വിട്ടുപോയതാണ് പറയാൻ. ഇൻഡെക്സിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളിലും നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം. ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയാലോ, അതൊരു സൂചികയാണ്. അത് നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ല. അത് നമ്മൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സൂചിക മാത്രമാണ്. എന്നാൽ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡെക്സുകളിലും ട്രേഡ് ചെയ്യാം. നമുക്ക് ആദ്യം സ്റ്റോക്കുകളുടെ കാര്യം നോക്കാം, അതിനുശേഷം ഇൻഡെക്സിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. സ്റ്റോക്ക് ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉള്ള ഒരു സ്റ്റോക്ക്, ഒരു ഉദാഹരണത്തിന് നമുക്ക് SBI തന്നെ എടുക്കാം. SBI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി തന്നെയാണല്ലോ. നമുക്ക് ഒരു ബാങ്കാണ്. അപ്പോൾ SBI എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ SBI എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. SBI എക്സാമ്പിൾ നമുക്ക് ഫ്യൂച്ചേഴ്സിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ SBIയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, SBIയുടെ കമ്പനിയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും SBIയുടെ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് SBIയുടെ സ്റ്റോക്കിന്റെ ഓരോ മൂവ്മെന്റും ആ കമ്പനിയുടെ പെർഫോമൻസും ആ കമ്പനിയുടെ പുറത്ത് വരുന്ന ന്യൂസുകളെല്ലാം ബേസ് ചെയ്തിരിക്കും. അതിനെല്ലാം അർത്ഥം SBI ആണ് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ അണ്ടർലൈയിങ് അസറ്റ്. സോ അണ്ടർലൈയിങ് അസറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ മനസ്സിൽ വെക്കാനും തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അണ്ടർലൈയിങ് അസറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം കൺഫ്യൂഷൻ ആവരുത്. സോ അണ്ടർലൈയിങ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SBI ഏതൊരു സ്റ്റോക്കും, ഇപ്പം SBI മാത്രമല്ല, നിങ്ങൾ വേറെ ഒരു സ്റ്റോക്ക് സീൽ ലിമിറ്റഡ്, സീൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏത് സ്റ്റോക്ക് എടുത്താലും ആ സ്റ്റോക്കിന്റെ എല്ലാം അണ്ടർലൈയിങ് അസറ്റ് ആ സ്റ്റോക്കിന്റെ കമ്പനി ആയിരിക്കും. ഇപ്പോൾ SBIN എന്ന സ്റ്റോക്കിന്റെ കമ്പനി SBI എന്ന ബാങ്കാണ്. അപ്പോൾ SBI എന്ന ബാങ്കാണ് അതിന്റെ അണ്ടർലൈയിങ് അസറ്റ്. ആ ബാങ്കിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും SBIയുടെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇനിയാണ് ഫ്യൂച്ചേഴ്സിന്റെ കാര്യം. എല്ലാ സ്റ്റോക്കിനും ഫ്യൂച്ചേഴ്സ് ഇല്ല, ഞാൻ പറഞ്ഞു. SBI ഫ്യൂച്ചേഴ്സ് ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ SBIയുടെ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBIയുടെ സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്, അതേ പാറ്റേണിൽ തന്നെയാണ് SBIയുടെ ഫ്യൂച്ചേഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം SBIയുടെ ഫ്യൂച്ചേഴ്സിന്റെയും അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് SBI എന്ന കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും SBIയുടെ ഫ്യൂച്ചേഴ്സിന്റെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം പാറ്റേണിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾക്ക് SBIയുടെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഷേപ്പിലും അതേ പാറ്റേണിലും തന്നെയായിരിക്കും SBI ഫ്യൂച്ചേഴ്സിന്റെ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ പാറ്റേൺ ഒക്കെ തന്നെയാണ്, പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ റേറ്റ് തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. രണ്ടിന്റെ റേറ്റ് സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് എങ്കിലും ഒരു 2 രൂപയുടെ വ്യത്യാസം അല്ലെങ്കിൽ 2.5 രൂപയുടെ വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒന്നുകൂടി, നേരത്തെ കാണിച്ച ഗ്രാഫ് ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഗ്രാഫ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടിന്റെ മൂവ്മെന്റ് ഒരേപോലെ തന്നെയാണെങ്കിലും ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് ആണ് ഞാൻ ഈ വരച്ച ഗ്രാഫിൽ രണ്ട് ലൈനുകളും തമ്മിലൊരു ഗ്യാപ്പായി കാണുന്നത്. ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സാധാരണക്കാരൻ ഒരാൾക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായി എത്തിയ ഒരാൾക്ക് എങ്ങനെ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാം, എങ്ങനെയാണ് ഈ ഫ്യൂച്ചറിൽ നിന്ന് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്, നമുക്കും എന്തെല്ലാം രീതിയിലൊക്കെ ഫ്യൂച്ചേഴ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ ഒരു ഡെറിവേറ്റീവ് ആണ്, അതൊരു കോൺട്രാക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പലർക്കും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. അതേ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് സിമ്പിളായി ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്യൂച്ചർ, ഇപ്പോൾ SBI തന്നെ നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് SBI തന്നെ ഈ ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കാം. SBIയുടെ ഫ്യൂച്ചറും SBIയുടെ സ്റ്റോക്കും ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് ഞാൻ ഇതിൽ സൈഡിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എടുത്ത് കാണിച്ചിരുന്നതാണ് എന്തായാലും. അപ്പോൾ SBIയുടെ സ്റ്റോക്കിന്റെ വില കറണ്ട് റേറ്റ് 585 രൂപയാണെന്ന് വിചാരിക്കുക. ഞാൻ എക്സാക്ട് പ്രൈസ് അല്ല പറയുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന ഒരു പ്രൈസ് നിങ്ങൾക്ക് എക്സാമ്പിൾ എടുത്ത് പറയുന്നതാണ്. SBIയുടെ 585 രൂപ വിലയുള്ള ആ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അതായത് എത്ര സ്റ്റോക്കാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും മൾട്ടിപ്ലൈ ബൈ 585 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതേ സ്റ്റോക്ക് കുറച്ചും കൂടി വിലക്കുറവിൽ കിട്ടുന്ന മറ്റൊരു SBIയുടെ തന്നെ സ്റ്റോക്കാണ് SBIയുടെ ഫ്യൂച്ചേഴ്സ് എന്ന് ചുമ്മാ നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് വെക്കുക. അതായത് SBIയുടെ വില, SBIയുടെ സ്റ്റോക്ക് അതേ ഞാൻ പറഞ്ഞല്ലോ, രണ്ടിനും അണ്ടർലൈങ് അസറ്റ് സെയിം ആണ്, രണ്ടിന്റെയും പാറ്റേൺ ഒരേപോലെയൊക്കെ മൂവ് ചെയ്ത് കാണിക്കുക. ഞാൻ അവിടെ രണ്ടെണ്ണമായിട്ട് കാണിച്ചാൽ SBI ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ SBIയുടെ ചാർട്ട് എങ്ങനെയാണ് മൂവ് ചെയ്തതും SBI ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട് എങ്ങനെയാണ് മൂവ് ചെയ്തതും ഞാൻ ഇവിടെ രണ്ടെണ്ണമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ അത് രണ്ടും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇത് രണ്ടും ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത്.
അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് SBI ഫ്യൂച്ചേഴ്സ് അടിച്ച് നോക്കുക, SBI അടിച്ച് നോക്കുക. ഇത് രണ്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക. രണ്ടിൻ്റെ പാറ്റേൺ അന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കുക. എക്സാക്ട് സെയിം ആയിരിക്കും. പക്ഷേ രണ്ടിൻ്റെ പ്രൈസ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് SBIയുടെ സ്റ്റോക്കും SBIയുടെ ഫ്യൂച്ചേഴ്സും എല്ലാം എടുക്കുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ആപ്പ് സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്ലാറ്റ്ഫോം എന്നുണ്ടെങ്കിൽ അതിൽ പോയി സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ആപ്പ് സ്റ്റോക്സ് ആണ് എൻ്റെ ഫോണിലുള്ളതുകൊണ്ട് ആപ്പ് സ്റ്റോക്സ് കാണിച്ചിരുന്നു. നിങ്ങൾ ജസ്റ്റ് മുകളിൽ സെർച്ച് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം SBIN എന്നടിക്കാം. SBI എന്നാണ് SBIയുടെ സ്റ്റോക്കിൻ്റെ ഷോർട്ട് ഫോം. SBIN NSE-EQ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതാണ് SBIയുടെ സാധാ സ്റ്റോക്ക്. ഞാനത് ആഡ് കൊടുക്കുന്നു, ആഡായി. ഇനി SBIയുടെ ഫ്യൂച്ചർ അത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ അടിയിൽ വരും. SBI എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ഇങ്ങനെ വരും. എന്നാലും വേണമെങ്കിൽ ഇവിടെ മുകളിൽ ഇവിടെ F&O എന്നൊരു ഓപ്ഷൻ ഉണ്ട്. F&Oയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ SBIയുടെ ഫ്യൂച്ചേഴ്സ് ഏപ്രിൽ 22 അവസാനിക്കുന്നത്, മെയ് 22 അവസാനിക്കുന്നത്, ജൂൺ 22 അവസാനിക്കുന്നത്. ഇത് മൂന്നാണ് SBIയുടെ ഫ്യൂച്ചേഴ്സ്. അതിൽ താഴെയുള്ളതൊക്കെ ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്കുള്ളതൊക്കെ ഓപ്ഷൻസ് ആണ്. അതൊക്കെ ഞാൻ ഓപ്ഷൻസിൻ്റെ സീരീസിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ SBIയുടെ ഫ്യൂച്ചേഴ്സ് ആണ് ഈ മൂന്നും. ഞാൻ 3 മാസത്തിൻ്റെ കണക്ക് പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഏപ്രിൽ മാസമാണ് ഇത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അതുകൊണ്ട് ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയായ ഇതിന് അവസാനിക്കുന്ന ഫ്യൂച്ചർ, അതുപോലെ തന്നെ മെയ് മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച അവസാനിക്കുന്ന ഫ്യൂച്ചർ, പിന്നെ ജൂൺ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച അവസാനിക്കുന്ന ഫ്യൂച്ചർ. ഞാനിപ്പോൾ ഏപ്രിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഏപ്രിൽ, മെയ്, ജൂൺ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് മൂന്നും കാണുന്നത്. ഇപ്പോൾ ഞാനിവിടെ മൂന്നിലും പാറ്റേണും ചാർട്ടൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ ഓക്കെ മൂന്നും നിങ്ങൾക്ക് സംശയം മാറ്റി തരാൻ വേണ്ടി മൂന്നും ആഡ് ചെയ്തിടുകയാണ്. ഇനി ഈ റേറ്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. ഇതാണ് SBIയുടെ സ്റ്റോക്ക്. 505 രൂപ 50 പൈസയാണ് അതിൻ്റെ റേറ്റ്. മറ്റേതിൻ്റെയൊക്കെ പ്രൈസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾ നോക്കിയേ. 505 രൂപ, 507.45 രൂപ, 506.5 രൂപ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടിൻ്റെയും പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും എന്നുള്ള കാര്യം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ SBIയുടെ സ്റ്റോക്കിൻ്റെ പാറ്റേൺ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് SBIയുടെ ഇന്നത്തെ ദിവസത്തെ ചാർട്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചാർട്ട്. ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇതിന് ശേഷം ഞാൻ ബാക്ക് കൊടുത്തിട്ട് SBIയുടെ ഈ മാസത്തെ ഫ്യൂച്ചർ, ഏപ്രിൽ അവസാനത്തെ ഇത് അവസാനിക്കുന്ന ഫ്യൂച്ചർ എടുക്കുകയാണ്. ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, സെയിം ചാർട്ട് പാറ്റേൺ ആണ്. SBI എങ്ങനെയാണോ, SBIയുടെ സ്റ്റോക്ക് എങ്ങനെയാണോ ഇന്ന് മൂവ് ചെയ്തിരിക്കുന്നത് അതേപോലെ എക്സാക്റ്റ് ആയിട്ടാണ് ഇത് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കൂ. അണ്ടർലൈങ് അസറ്റ് എന്ന വേർഡ്, അതിൻ്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്. ഈ രണ്ടെണ്ണത്തിൻ്റെയും SBIയുടെ ഫ്യൂച്ചേഴ്സിൻ്റെയും SBIയുടെ ഇക്വിറ്റിയുടെയും അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് SBI എന്ന കമ്പനിയാണ്. അപ്പോൾ SBI എന്ന കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും SBIയുടെ ഫ്യൂച്ചേഴ്സിൻ്റെയും SBIയുടെ ഏത് സ്റ്റോക്കിൻ്റെയും SBIയുടെ ഫ്യൂച്ചേഴ്സിൻ്റെയും എല്ലാം പെർഫോമൻസ്. അപ്പോൾ രണ്ടും സെയിം ആയിരിക്കും, രണ്ടിൻ്റെ മൂവ്മെൻറ്റ് സെയിം ആയിരിക്കും. രണ്ടിലും നിങ്ങൾ പ്രഡിക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം പ്രഡിക്ഷൻ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും. അപ്പോൾ SBIയുടെ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങുന്നതിന് പകരം വളരെ തുച്ഛമായ എമൗണ്ട് ഉപയോഗിച്ച് SBIയുടെ ഫ്യൂച്ചേഴ്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും. SBIയുടെ ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു കമ്പനിയുടെ ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കമ്പനിയുടെ സ്റ്റോക്ക് കുറച്ചും കൂടി അല്ല നല്ല വിലക്കുറവിൽ കിട്ടുന്ന മറ്റൊരു സ്റ്റോക്കാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്ത് വെക്കുക. ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടിൻ്റെ അണ്ടർലൈങ് അസറ്റ് സെയിം ആണ്. രണ്ടും നിങ്ങൾ എന്താ പറയുക പോർട്ട്ഫോളിയോയിൽ അടിച്ചു നോക്കി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത്. രണ്ടിൻ്റെ പ്രൈസ് തമ്മിൽ 2 രൂപയുടെയും 3 രൂപയുടെ ഒക്കെ ഒരു വ്യത്യാസമേ കാണുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ SBIയുടെ ഫ്യൂച്ചേഴ്സിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഏതൊരു കമ്പനിയുടെ ഫ്യൂച്ചേഴ്സിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ സ്റ്റോക്കിൽ അതിൻ്റെ ഇക്വിറ്റിയിൽ തന്നെ ട്രേഡ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് തോന്നും. ഇവിടെയാണ് ഫ്യൂച്ചേഴ്സിന്റെ ബെനിഫിറ്റ്സ് കടന്നു വരുന്നത്. ഇനി നമുക്ക് ഈ ഫ്യൂച്ചേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. SBIയുടെ കറണ്ട് റേറ്റ് 505 രൂപ 60 പൈസയാണ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ പ്രൈസ് 515 രൂപയിലേക്ക് പൊന്തുമെന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ടെക്നിക്കൽ അനാലിസിസും എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസും എല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു 515 രൂപയിലേക്ക് എത്തുമെന്ന്. അപ്പോൾ എനിക്ക് 1500 ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SBIയുടെ 505 രൂപ വെച്ചിട്ട് 505 രൂപ 60 മൾട്ടിപ്ലൈ ബൈ 1500 ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും വാങ്ങണമെങ്കിൽ രണ്ടാഴ്ചത്തെ സ്വിംഗ് ട്രേഡാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ടത് 7,58,400 രൂപയാണ്. ഞാൻ വാങ്ങി പ്രഡിക്ഷൻ എല്ലാം കറക്റ്റായി. 515 രൂപ എത്തിയപ്പോൾ ഞാൻ വിറ്റു. 515 × 1500 7,72,500 രൂപയ്ക്കാണ് ഞാൻ വിറ്റത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിയ പൈസയായ 7,58,400 രൂപ കുറച്ച് കഴിഞ്ഞാൽ
ആ 14,000 രൂപ എനിക്ക് പ്രോഫിറ്റായി കിട്ടി. ഇത് നോർമലായിട്ട് SBIയിൽ സാധാ SBIയുടെ ഇക്വിറ്റിയിൽ SBIയുടെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതേ ട്രേഡ് ഞാൻ SBI ഫ്യൂച്ചേഴ്സിലാണ് ചെയ്തിരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ടിൻ്റെ റേറ്റ് തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷേ രണ്ടിനും അണ്ടർലൈങ് അസറ്റ് സെയിം ആണ്. SBIയുടെ അതേ പെർഫോമൻസിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് SBIയുടെ ഫ്യൂച്ചേഴ്സും പെർഫോം ചെയ്യുന്നത്. SBIയുടെ ഫ്യൂച്ചേഴ്സിന്റെ മൂവ്മെന്റും SBIയുടെ സ്റ്റോക്കിന്റെ മൂവ്മെന്റിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കണക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഞാൻ ഇതേ സാധനം SBI ഫ്യൂച്ചേഴ്സിലാണ് വാങ്ങുന്നതെങ്കിൽ SBI ഫ്യൂച്ചറിന്റെ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത് 507.85. ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തെ റേറ്റ് ആണ്, അവസാനം ഞാൻ നോക്കിയപ്പോൾ കണ്ട റേറ്റ് ആണല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ റേറ്റ് ചിലപ്പോൾ ഡിഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ SBI ഫ്യൂച്ചേഴ്സിന്റെ റേറ്റ് ഒരെണ്ണത്തിന് 507.85 ഈ പൈസയാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ്. SBIയുടെ ഒരു സ്റ്റോക്കിന് സാധാ SBIയുടെ ഇക്വിറ്റിയുടെ ഒരു സ്റ്റോക്കിന് 505.60 രൂപയാണെങ്കിൽ SBI ഫ്യൂച്ചേഴ്സിന് ഒരെണ്ണത്തിന് 507.85 രൂപയാണ്. അവിടെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും കാണാമല്ലോ. ഈ ഡിഫറൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഈ രണ്ട് എമൗണ്ടും പൊന്തും താഴൊക്കെ ചെയ്യുന്നത് കേട്ടോ, അത് മനസ്സിൽ വെക്കാം. അപ്പൊ ഞാൻ ഇനി SBI ഫ്യൂച്ചേഴ്സിന്റെ ഇതേ പ്രഡിക്ഷൻ ഞാൻ നടത്തുകയാണ് കേട്ടോ. 507.85 ഉള്ള SBI ഫ്യൂച്ചർ ഞാൻ SBIയുടെ സ്റ്റോക്ക് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു 515 രൂപയിലേക്ക് പോകുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 1500 ക്വാണ്ടിറ്റി SBI ഫ്യൂച്ചേഴ്സ് ആണ് ഞാൻ വാങ്ങുന്നത്. SBI ഫ്യൂച്ചേഴ്സിൽ ഞാൻ പോയിട്ട് 1500 ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ 507.85 ഇൻറ്റു 1500 എനിക്ക് വേണ്ടി വരുന്നത് വെറും 2,61,644 രൂപ മതി. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു SBIയുടെ സ്റ്റോക്ക് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, SBI എന്നല്ല വേറെ ഏതിൻ്റെയും, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് SBI എന്ന് പറയുന്നത്. വേറെ ഏതിൻ്റെയും സ്റ്റോക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അത് കൃത്യം അതിന് ഫുൾ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ 1500 എണ്ണം വാങ്ങാൻ 505.60 രൂപയ്ക്ക് SBIയുടെ സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ എനിക്ക് വേണ്ടി വന്നിരുന്ന പൈസ 7,58,400 രൂപയാണെങ്കിൽ അതേ ക്വാണ്ടിറ്റി അതേ പ്രഡിക്ഷനിലൂടെ അതേ ടാർഗറ്റിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ചത്തെ സ്വിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ SBI ഫ്യൂച്ചേഴ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ എനിക്ക് വെറും വേണ്ടി വരുന്ന പൈസ 2,61,644 രൂപയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി 2,61,644 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ SBI ഫ്യൂച്ചേഴ്സിന്റെ 1500 ക്വാണ്ടിറ്റി എൻ്റെ പ്രഡിക്ഷനായ 515 രൂപയിൽ എത്തുമ്പോൾ ഞാൻ വിൽക്കുകയാണ്. അപ്പം എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,725 രൂപയാണ്. ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ, ചെറിയ വ്യത്യാസം ഉണ്ട്. അത് ഞാൻ ഈ പ്രൈസിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ. ഈ രണ്ടും തമ്മിൽ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ ഡിഫറൻസിന്റെ പുറത്താണ് ഇത്രയും ഡിഫറൻസ് പ്രോഫിറ്റ് കാണുന്നത്. പക്ഷേ 14,000 രൂപ പ്രോഫിറ്റ് SBI ഇക്വിറ്റി വാങ്ങി വിറ്റപ്പോൾ കിട്ടപ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടി ചിലവാക്കിയത് 7,58,000 ആയിരുന്നു. അതേ പ്രോഫിറ്റ് ആണ്, അതേ മൂവ്മെന്റിലുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ ഇവിടെ വെറും 2,61,644 രൂപ ഇറക്കിക്കൊണ്ട് നേടിയത്. ഇപ്പോൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും ഞാൻ എവിടെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ 2,61,000 രൂപ മതി എന്നൊക്കെ പറഞ്ഞത്. SBIയുടെ ഫ്യൂച്ചർ വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും എന്ന് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിന്റെ മാർജിൻ കാൽക്കുലേറ്റർ ഒന്ന് ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കാം. ഓക്കെ, ഈ മാർജിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അപ്സ്റ്റോക്സ് മാർജിൻ കാൽക്കുലേറ്ററാണ് എടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക, അതിനുശേഷം അപ്സ്റ്റോക്സ് മാർജിൻ കാൽക്കുലേറ്റർ കണ്ടോ, മാർജിൻ കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ തന്നെ അപ്സ്റ്റോക്സിന് ഇങ്ങനെ കുറേ വരും. അതിൽ കണ്ടു സ്പാൻ മാർജിൻ കാൽക്കുലേറ്റർ ഓൺലൈൻ, അപ്സ്റ്റോക്സിൻ്റെ സൈറ്റിലെ മാർജിൻ കാൽക്കുലേറ്റർ ഇങ്ങനെ ഒരെണ്ണം വരുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്, NSE, പിന്നെ സെഗ്മെൻറ്റ്. നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നോക്കാം. നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സാണ് പറയുന്നത് കൊണ്ട് ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് സ്റ്റോക്ക്. SBI ആണല്ലോ നമ്മൾ എക്സാമ്പിൾ എടുത്തത്, അതുകൊണ്ട് ഞാനിവിടെ SBI തന്നെയാണ് കാണിച്ചു തരുന്നത്. അയ്യോ, നമ്മൾ ഒരുപാട് താഴേക്ക് പോയി. അതെ, SBI എടുക്കുന്നു. ഏപ്രിൽ 28 അവസാനിക്കുന്നത്. അത് എക്സ്പയറി ഡേറ്റ് ആണ്, 3 എക്സ്പയറി ഡേറ്റ് ഉള്ളത് കിട്ടും. ഓക്കെ, നമ്മൾ ഏപ്രിൽ 28 അവസാനിക്കുന്നത് തന്നെ വെക്കുന്നു. പൊസിഷനാണ് ചോദിക്കുന്നത്, ബൈ പൊസിഷനാണ് സെല്ലാണോ എന്ന്. അപ്പോൾ ഞാൻ അത് തന്നെ കൊടുക്കുന്നു. ഇവിടെ 1500 ക്വാണ്ടിറ്റി വന്നെടുക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ ലോഡ് സൈസ് എന്നിട്ട് പോയ കാര്യം ഉണ്ടെന്ന് ഞാൻ 1500 എക്സാമ്പിൾ എടുത്തെടുത്ത് പറയാൻ കാരണം 1500 SBIയുടെ ലോഡ് സൈസ്. നിങ്ങൾക്ക് 1500 മിനിമം വാങ്ങണം. പിന്നെ വാങ്ങണമെങ്കിൽ രണ്ടാമത് 1700 വാങ്ങാൻ പറ്റില്ല, 1500 മൾട്ടിപ്പിൾസ്, അതായത് 1500, 3000, 4500 അങ്ങനെ വാങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടി പോയി നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ 1500 ക്വാണ്ടിറ്റി നിന്ന് ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മാറ്റാനൊന്നും പോകുന്നില്ല, 1500 എടുക്കട്ടെ. അതിനുശേഷം ഇതെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ആഡ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ വരും. അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പ് ഫ്രണ്ട് മാർജിൻ, എക്സ്പോഷർ മാർജിൻ അതെല്ലാം കൂട്ടിയിട്ട് ടോട്ടലി നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്. 2,60,821 രൂപ.
ഞാൻ ഈ വീഡിയോയിൽ 2,61,000 സംതിങ് എന്നാണ് പറഞ്ഞത്. അത് പ്രയറൊന്നുമല്ല. ഞാൻ ആ നേരത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന നേരത്ത് നോക്കിയ നേരത്ത് ഉള്ള എമൗണ്ട് വെച്ചിട്ടാണ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്ത് അവർ കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ കറണ്ട് ലാസ്റ്റ് ക്ലോസ് ചെയ്ത എമൗണ്ട് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് പറയുന്നത്. 2,60,000 രൂപ. ഓക്കെ. ഇനി ഞാനിവിടെ ഇക്വിറ്റിയുടെ ഇതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം, എമൗണ്ടിൻ്റെ വ്യത്യാസം ഒന്നും കൂടി ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് കാണിച്ചു തരാണ്. 1,500 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു നമ്മൾ ഉദ്ദേശിച്ച റേറ്റ്. അപ്പോൾ 505 ആണെന്നുകൊണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഏകദേശമാണ് കേട്ടോ. 505 രൂപയ്ക്ക് ഞാൻ വാങ്ങുന്നു. ഈക്വൽസ് കേട്ടോ 7,57,500 രൂപ വേണ്ടി വരും. ഇതേ സാധനമാണ് നമ്മൾ ഇപ്പുറത്ത് മാർജിൻ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയപ്പോൾ 2,60,000 രൂപ എന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഫ്യൂച്ചേഴ്സിൻ്റെ അടുത്തടുത്ത ഗുണങ്ങളിലേക്ക് നമുക്ക് കടന്നുകൊണ്ടിരിക്കാം. ഫ്യൂച്ചേഴ്സിൻ്റെ അടുത്തൊരു ഗുണമാണ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ തന്നെ അടുത്തൊരു ഗുണമാണ് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പൊന്തുമെന്ന് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് സ്വിങ് ചെയ്യാം, സാധാരണ ഇക്വിറ്റിയിൽ ചെയ്യാം, ഫ്യൂച്ചേഴ്സിലും ചെയ്യാം. ഇതേപോലെ തന്നെ താഴുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത് ഇക്വിറ്റിയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇക്വിറ്റിയിൽ ഒരിക്കലും ഷോർട്ട് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അതും ഒരു ദിവസത്തിനല്ല, ഇതേ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 മാസം വരെ, 3 മാസത്തിൻ്റെ കണക്കൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 3 മാസം വരെയാണ് മാക്സിമം നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ളത്. ആ എക്സ്പയറി ഡേറ്റിന് ഉള്ളിലുള്ള ദിവസങ്ങളിൽ മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകും. ഇൻട്രാഡേയിൽ വൈകുന്നേരം സ്ക്വയർ ഓഫ് ആയി പോകുന്ന പോലെ തന്നെ എക്സ്പയർ ആയി പോകുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ഷോർട്ട് സെല്ലും ചെയ്യാം. 3 മാസം വരെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തിടാം. 3 മാസത്തിനുള്ളിൽ SBIയുടെ റേറ്റ് പൊന്തുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത് 2,000 പൊന്തുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് നേരത്തെ കാൽക്കുലേഷനിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞത്. ഇതേ കാൽക്കുലേഷൻ പൊന്തുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് പകരം താഴുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു മികച്ച കാര്യമാണല്ലോ ഇത്. കാരണം പൊന്തുന്നതിൽ എളുപ്പത്തിൽ താഴെയാണ് മാർക്കറ്റ് ചെയ്യാന്നുള്ളത് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം മാർക്കറ്റ് പൊന്തണമെങ്കിൽ എഴഞ്ഞ് പയ്യെ പൊന്തിത്താണൊക്കെ പൊന്തുള്ളൂ. പക്ഷെ മാർക്കറ്റ് താഴാണെങ്കിലോ കുത്തനൊരു താഴ്ചയായിരിക്കും. താഴാനൊരു കാരണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലോണം പോയിന്റ് മാർക്കറ്റ് താഴും. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഫാളിനോടാണ് പ്രതികരിക്കുക, നെഗറ്റീവ് ന്യൂസുകളോടാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പ്രതികരിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും താഴ്ചകൾ കിട്ടുന്നത്. താഴ്ചകളെല്ലാം കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസും നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് എല്ലാം വെച്ചിട്ട് താഴ്ച കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആ താഴ്ചയെ ഈ എമൗണ്ട്, ഇങ്ങനത്തെ ചെറിയ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് SBI പോലുള്ള സ്റ്റോക്കിൻ്റെ ഷോർട്ട് ചെയ്തിട്ടുകൊണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ താഴ്ന്നാൽ മതി. ഇൻട്രാഡേയിൽ അന്ന് തന്നെ താഴണം, ഇത് അങ്ങനെ തന്നെ താഴണമെന്നില്ല. 3 മാസത്തിനുള്ളിൽ താഴ്ന്നാൽ മതി. അങ്ങനെ താഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി പിന്നെ ഞാൻ പറഞ്ഞു ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാൻ. ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഒരു സ്റ്റോക്ക് അല്ല, സൂചികയാണ്. പക്ഷേ ഇൻഡെക്സിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് വാങ്ങി വിൽക്കാം, ഷോർട്ട് സെല്ലും ചെയ്യാം, സാധാരണ പോലെ വാങ്ങി സ്വിങ്ങും ചെയ്യാം, അതിലും ഇൻട്രാഡേ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സിലും ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിൽ വളരെ വലിയ പ്രോഫിറ്റ്സ് ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് പോലെ തന്നെ വളരെ വലിയ ലോസുകൾ ഉണ്ടാക്കാൻ പറ്റും. ലോസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൃത്യമായി സ്റ്റോപ്പ് ലോസസ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വളരെ വലിയ ലോസുകളൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ വേറെ ടെക്നിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു സീരീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സീരീസിൽ ഞാൻ വ്യക്തമായിട്ട് എങ്ങനെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം, ട്രേഡുകളുടെ ലോസ് എങ്ങനെയൊക്കെ ലിമിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ വലിയൊരു സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ കണ്ടിട്ട് നന്ദി. തുടർന്നുള്ള വീഡിയോസ് എല്ലാം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വരുന്നൊരു വീഡിയോ കാണാം.